ഹായ്. എല്ലാവരും ജീവിതത്തിൽ ഒരു വളർച്ചയും ഉയർച്ചയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ജീവിതത്തിന്റെ ഒരു ഉയർച്ചയുടെ കാര്യത്തിൽ പലരും ഒരു മിഥ്യാധാരണയിലാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയം വളർന്ന് വലുതാവുകയാണ് ചെയ്യുന്നത്. അതായത് കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പ്രത്യേകിച്ച് പരിശീലനമൊന്നുമില്ലാതെ നമ്മുടെ ശരീരം സ്വയം വളരുന്നു, ഉയരം വയ്ക്കുന്നു, കരുത്തുള്ളതാകുന്നു. നമുക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ മുതിർന്നു കഴിയുമ്പോഴും പലരുടെയും മനസ്സിലും ഉപബോധ മനസ്സിൽ ആ ജീവിതത്തിന്റെ കാര്യം വരുമ്പോഴും ആ ഒരു വിശ്വാസം തുടരുന്നു എന്നുള്ളതാണ്. അതായത് കാലം കഴിയുന്നതനുസരിച്ച് സ്വന്തം ജീവിതവും അങ്ങ് വളർന്നു ഉയർന്നു പൊയ്ക്കോളും എന്നുള്ള ഒരു വിശ്വാസം. അതാണ് മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ. എന്നാൽ ജീവിതം കാലം കഴിയുന്നതനുസരിച്ച് ഉയരുന്ന ഒന്നല്ല. അതിനെ കരുതിക്കൂട്ടി ശ്രമിച്ച് ഉയർത്തി എടുക്കേണ്ട ഒന്നാണ്. അതിനെയാണ് ഇന്റൻഷണൽ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കരുതിക്കൂട്ടി നയിച്ച് ഉയർത്തി എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വരുന്നത് പോലെ വരട്ടെ, കിട്ടിയോ സ്വീകരിക്കാം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത് അക്സെപ്റ്റഡ് ലൈഫ്. അതായത് നമ്മളൊരു പുഴയിൽ ഒരു വഞ്ചിയിൽ കയറിയിരുന്നാൽ ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് വഞ്ചി മുന്നോട്ട് പോയി എവിടെയെങ്കിലും ചെന്ന് ചേരുമ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് നിശ്ചയിച്ച് അവിടെ ഇറങ്ങുന്നത് പോലെയാണ് ഈ അക്സെപ്റ്റഡ് ലൈഫ് വരുന്നത്. കിട്ടുന്നത് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിതം. എന്നാൽ ആ വഞ്ചിയിൽ കയറിയിരുന്നിട്ട് എനിക്ക് കൃത്യമായി ഇന്ന സ്ഥലത്തോട്ടാണ് പോകാനുള്ളത്, അവിടേക്ക് എനിക്ക് പോകണം എന്ന് കരുതിക്കൊണ്ട് ആ വഞ്ചിയെ തുഴഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് അടുപ്പിക്കുന്നതാണ് ഇന്റൻഷണൽ ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത്, ജീവിതയാത്ര എന്ന് പറയുന്നത്. അങ്ങനെ സത്യത്തിൽ നമ്മൾ ജീവിതത്തെ നയിക്കുകയാണ് വേണ്ടത്, ജീവിതത്തെ ഡ്രൈവ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ജീവിത നൗകയെ തുഴഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്വയം കരുതിക്കൂട്ടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമുക്ക് ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും അപകടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വഴി മാറ്റി ഡ്രൈവ് ചെയ്യാൻ പറ്റും. നല്ല സുഗമമായ പാതകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. മുന്നോട്ട് പോകുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചില എളുപ്പ വഴികളും കിട്ടിയെന്നിരിക്കും. അതിലൂടെയല്ല നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ട് പോകാൻ കഴിയും. അതിനെയാണ് ഇന്റൻഷണൽ ലൈഫ് എന്ന് പറയുന്നത്. ഇനിയും വൈകിട്ടില്ല. അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ തയ്യാറാകണം. നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള ചിന്തകളെ തിരഞ്ഞെടുക്കണം, മികച്ച തീരുമാനങ്ങൾ എടുക്കണം, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കണം, കരുത്തുറ്റ ശീലങ്ങൾ വളർത്തിയെടുക്കണം. കാരണം ശരീരത്തിന്റെ വളർച്ച പോലെ ജീവിതത്തിന്റെ വളർച്ച സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല. അത് വളർത്തി തന്നെ എടുക്കണം. വിജയം യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. നമ്മളൊരു ഉയർച്ചയിലേക്ക് കയറണമെങ്കിൽ ആ ഉയർച്ച കയറാൻ വേണ്ടി ഇന്റൻഷനലി ശ്രമിക്കണം, കരുതിക്കൂട്ടി ശ്രമിക്കണം. നമ്മളൊരു കുന്ന് കയറണമെങ്കിൽ ആ കുന്നിലേക്ക് കയറാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. അല്ലാതെ കുന്നിന്റെ താഴെ പോയി നിന്നിട്ട് സ്വാഭാവികമായും ആ കുന്നിന്റെ മുകളിലേക്ക് കയറി പോകില്ല. ഒരു വാഹനമായാൽ കൂടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഡ്രൈവ് ചെയ്ത് മുകളിലേക്ക് കയറി പോകണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇന്റൻഷണലായ ശ്രമം വേണം. കാരണം വിജയം യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, മാറ്റങ്ങൾ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. ഇവയെല്ലാം ബോധപൂർവമായ പരിശ്രമത്തിൻ്റെയും കൂടി ഫലമാണ്. മാറ്റം സ്വയം ഉണ്ടായിക്കൊള്ളുമെന്ന് കരുതി അതിനുവേണ്ടി കാത്തിരിക്കുന്നത് നിർത്തിയിട്ട് ആ മാറ്റത്തിന് വേണ്ടി സ്വയം പരിശ്രമിച്ചു തുടങ്ങുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകുന്നത് നിർത്തിയിട്ട് ജീവിതത്തെ നയിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ മാറ്റം കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് വെറുതെ ജീവിക്കരുത്. ജീവിതത്തെ സൃഷ്ടിക്കണം, അതിന് നയിക്കണം, ഉയരങ്ങളിലേക്ക് എത്തിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത് കാലമല്ല, അത് നിങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും മികച്ചൊരു ജീവിതത്തിലേക്ക് സ്വയം ഉയർന്ന് കയറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.